ദേവസ്വം ബോർഡിന് മേലുണ്ടായ കളങ്കം തീരണം, വിശ്വാസികളുടെ വിശ്വാസവും കാക്കണം. അതിനായി രാഷ്ട്രീയക്കാരെ മാറ്റി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശബരിമല സ്പെഷ്യൽ ഓഫീസറും മുൻ ദേവസ്വം കമ്മീഷണറുമായ കെ ജയകുമാർ എന്ന പേരിലേക്ക് വീണ്ടും എത്തിച്ചേർന്നിരിക്കുകയാണ് സർക്കാർ. പ്രഖ്യാപനം ഇന്നുണ്ടായേക്കുമെന്നറിയുന്നു. അദ്ദേഹവും സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറുകൾ വാർത്തകളാൽ സമ്പന്നമായിരിക്കുമെന്നുറപ്പ്. നമുക്ക് വിശദമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ജയകുമാറിന്റെ പേര് നിർദ്ദേശിച്ചത് മുഖ്യമന്ത്രി. ഉത്തരവിറങ്ങിയാൽ ചുമതലയേൽക്കുമെന്ന് ജയകുമാർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ച സംഭവത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് ഇന്ന്. ചികിത്സ നിഷേധിച്ചിട്ടില്ല എന്ന് ആവർത്തിച്ച ആശുപത്രി അധികൃതർ. ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് ഇന്ന് യൂത്ത് കോൺഗ്രസ് മാർച്ച്. നിയമ പോരാട്ടം തുടരുമെന്ന് കുടുംബം. കേരളത്തിന്റെ 3ാം വന്ദേഭാരത് ഫ്ളാഗ് ഓഫ് ഇന്ന് രാവിലെ 8-ന് പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. വന്ദേഭാരത് സർവീസ് നടത്തുക എറണാകുളം ബംഗളൂരു റൂട്ടിൽ. സർക്കാർ അടച്ചുപൂട്ടലിന് പിന്നാലെ അമേരിക്കൻ വ്യോമയാന മേഖലയിൽ കടുത്ത പ്രതിസന്ധി. 5000-ലധികം വിമാന സർവീസുകൾ റദ്ദാക്കുകയോ വൈകുകയോ ചെയ്യുന്നു. പ്രശ്നപരിഹാരത്തിന് ഡെമോക്രാറ്റുകൾ മുന്നോട്ടുവച്ച നിർദ്ദേശം തള്ളി റിപ്പബ്ലിക്കൻ നേതൃത്വം. ജനിതക ഘടന കണ്ടുപിടിച്ച വിഖ്യാത ശാസ്ത്രജ്ഞൻ ജെയിംസ് വാട്സൺ അന്തരിച്ചു. വിയോഗം 97-ാം വയസ്സിൽ അമേരിക്കയിൽ. 1962-ൽ വൈദ്യശാസ്ത്രത്തിന് നൊബേൽ പങ്കിട്ടത് DNA-യുടെ ഘടന ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചതിന്. ഇന്ത്യ ഓസ്ട്രേലിയ 5ാം T20 ഇന്ന് ബ്രിസ്ബനിൽ. ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര. സമനില പിടിക്കാൻ ഓസ്ട്രേലിയ. രഞ്ജി ട്രോഫിയിൽ കേരളം സൗരാഷ്ട്ര പോരാട്ടം ഇന്നു മുതൽ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കെ ജയകുമാറിനെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ നിർദ്ദേശപ്രകാരമാണ് കെ ജയകുമാറിന്റെ പേര് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതിരോധത്തിലായിരിക്കുന്ന സമയത്താണ് സർക്കാരിന്റെ ഒരു പുതിയ തീരുമാനം വന്നിരിക്കുന്നത്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ആതിരയോട് തന്നെ ചോദിക്കാം. ആതിര, ഗുഡ് മോർണിംഗ്. സർക്കാരിന്റെ നഷ്ടമായ പ്രതിച്ഛായ കെ ജയകുമാറിനെ വീണ്ടെടുക്കാമെന്നൊരു പ്രതീക്ഷയിലാണ് അദ്ദേഹത്തിന്റെ പേരിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്നറിയുന്നു. വിവരങ്ങൾ. ശ്രീജ, ഇപ്പോൾ ജയകുമാർ അദ്ദേഹം ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് കടക്കാമെന്നാണ് കരുതുന്നത്. നിങ്ങൾക്ക് വേണ്ടി പുതിയ ഷർട്ടൊക്കെ എടുത്തിട്ട് അറിഞ്ഞു യാത്ര പോയിട്ട് വന്ന വഴിയാണ്. അറിയിച്ചെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട നമ്മുടെ ദേവസ്വം മന്ത്രിയെ സംസാരിച്ചിരുന്നു ഇന്നലെ. ഞാൻ തൃശ്ശൂർ വെച്ച് കണ്ടിരുന്നു. അങ്ങനെയാണൊരു ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണം ഉള്ളത്. പിന്നെ തിങ്കളാഴ്ച മറ്റേ ഓർഡർ ഇറങ്ങുമായിരിക്കും. ഇന്ന് അവധിയാണല്ലോ. അപ്പോൾ വല്ലാത്തൊരു സമയത്താണ് ഇപ്പോൾ ഈ നിയോഗം വന്നിരിക്കുന്നത്. അല്ലാത്തതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സീസണിങ് അടുത്തല്ലോ, 17-ാം തീയതി തുടങ്ങുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ചാർജ് എടുക്കണം എന്ന് വിചാരിക്കുന്നു. ഇപ്പോഴത്തെ പ്രശ്നങ്ങളെല്ലാം അറിയാമല്ലോ. 2 തവണ അവിടെ ഈ ഔദ്യോഗികമായിട്ട് ആളോട് കാണുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ താങ്കൾ ചുമതല നൽകുമ്പോൾ ഏറ്റവും പ്രധാനമായി താങ്കൾ ഒരു വരുത്താൻ ഉദ്ദേശിക്കുന്ന ഒരു പരിഷ്കരണം ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഈ ദുർവാഭരണങ്ങളുടെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയല്ല ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് എന്ന് വെച്ചാൽ, ഇപ്പോൾ 17-ാം തീയതി ആരംഭിക്കുന്ന 2 മാസം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടനം ഭംഗിയായിട്ട് നടക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ പ്രയോറിറ്റി. അതിനായിരിക്കണം ഇപ്പോൾ മുൻഗണന കൊടുക്കേണ്ടത്. ഇപ്പോൾ ചാർജ് വിടുന്ന ബോർഡ് തീർച്ചയായിട്ടും ഈ വരാൻ പോകുന്ന തീർത്ഥാടനത്തിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളും ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവരൊന്നും ചെയ്യാതിരിക്കുന്നില്ലല്ലോ. അതിൻ്റെ ഒരു പിന്തുടർച്ചയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. എന്തെല്ലാം ഒരുക്കങ്ങളുണ്ടെങ്കിലും സീസൺ അങ്ങോട്ട് ആരംഭിക്കുമ്പോൾ പുതിയ പുതിയ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും വരും.
അപ്പോൾ എനിക്കാകെ ഇപ്പോൾ പറയാനുള്ളത്, കാരണം ബാക്കി കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഈ സീസൺ നന്നായിട്ട് നടത്താൻ, അതല്ലെങ്കിൽ പിൽഗ്രിമേജ് നന്നായിട്ട് നടത്താൻ എന്തെല്ലാം ചെയ്യണമോ ഒരു കുറ്റമറ്റ രീതിയിൽ നടത്തണം. അതാണ് എൻ്റെ ആഗ്രഹം. ഇവിടെ വന്ന് തൊഴുതു പോകുന്ന ഭക്തന്മാർക്ക് വളരെ സന്തോഷമായിട്ടുള്ളൊരു ദർശനം കിട്ടി, അല്ലെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് തോന്നത്തക്ക രീതിയിലുള്ള അങ്ങനെ ഒരു ദർശനം കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. അത് വെയിറ്റ് ചെയ്യുന്ന സമയം, പൊതുവെയുള്ള മലയിലെ ഒരു ഹൈജീന്, മറ്റ് ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരു സുതാര്യമായി ഉള്ള ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ശബരിമലയിൽ വന്നു പോകുന്ന ആളുകൾക്കൊരു തൃപ്തി ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു കൺസേൺ എന്ന് എനിക്ക് തോന്നുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം ഒരു മുൾക്കിരീടമാണ് ഇപ്പോൾ. അത് ഏറ്റെടുക്കുന്നവരൊക്കെ വലിയ വിവാദങ്ങളിലും ഒക്കെ പെട്ടു. അപ്പോൾ സാറിന് അങ്ങനെ ഒരു കൺസേൺ ഉണ്ടോ? എനിക്ക് അങ്ങനെ യാതൊരു ആശങ്കയുമില്ല. കാരണം ഒരുപാട് അങ്ങനെ എല്ലാ കിരീടത്തിലും മുള്ളുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ വയ്ക്കുന്ന രീതി പോലെ ഇരിക്കും. ഒന്നുമില്ല. അല്ല, CM വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനെ കാണണമെന്ന് വിചാരിക്കുന്നുള്ളൂ. പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. എന്റെ പേര് ഇതിനകത്ത് പരിഗണിക്കപ്പെടേണ്ട കാര്യമില്ലല്ലോ. കാരണം ഞാനിപ്പോഴും മനസ്സുകൊണ്ടൊരു ഉദ്യോഗസ്ഥനായതുകൊണ്ടായിരിക്കണം. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ തിരക്കേടൊന്നുമില്ല, എനിക്കത് ചെയ്യാൻ സാധിക്കും, പരിചയമുണ്ടല്ലോ. പിന്നെ ഞാനൊരു ഈശ്വരവിശ്വാസിയാണല്ലോ, അതുകൊണ്ട് തന്നെ ഇതൊരു നിയോഗമായിട്ട് ഞാൻ കാണുകയാണ്. ഒരു ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിക്കുകയാണ് ഗവൺമെന്റും അതിന്റെ പിന്നിൽ ഭഗവാനും എന്നാണ് വിചാരിക്കുന്നത്. മുഖ്യമന്ത്രി സംസാരിക്കും. തിരുവാഭരണം സൂക്ഷിക്കുന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡിന്റെ മാനുവലിൽ ഒരു പരിഷ്കരണം ആവശ്യമാണെന്ന് തോന്നുന്നില്ലേ? അതൊന്നും പറയാറായിട്ടില്ല. മാനുവലൊക്കെ ഇനി പഠിച്ചു നോക്കണം. പണ്ട് നോക്കിയല്ലേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ അതിലേക്കാണോ ശ്രദ്ധ പോകേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പോകണം, കാരണം കോടതിയുടെ വിഷയമാണ്, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാനും കൂടി ഈ എന്റെ ഒരു ഭരണകാലത്ത്, അല്ലെങ്കിൽ ഞാൻ ചാർജിലിരിക്കുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും നമ്മൾ നോക്കണമല്ലോ. ഭാവിയിൽ ഇപ്പോൾ സംഭവിച്ചതുപോലെയൊന്നും സംഭവിക്കാതിരിക്കാൻ നിയമപരമായും നടപടിക്രമങ്ങളിലുമൊക്കെ എന്തൊക്കെ മാറ്റം വേണം, ശാക്തീകരണം വേണം, ഓഡിറ്റിംഗ് വേണം, അക്കൌണ്ടിംഗ് വേണം, അക്കൌണ്ടബിലിറ്റി വേണം, അതൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ ചെയ്യും. ഇപ്പോൾ ജനുവരി 15 നമ്മൾ മകരവിളക്ക് വരെ ഉള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ. കാരണം ലക്ഷോപലക്ഷം ആളുകൾ വരുന്ന സമയത്ത് അതിനാണ് പ്രയോറിറ്റി. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കും. അതുപോലെ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തിനായിരിക്കും ഒരു അടിയന്തര ശ്രദ്ധ കൊടുക്കുക? ഞാനോ ഞാൻ ഈ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മളെ ഇമ്മീഡിയറ്റ് പ്രോബ്ലം അല്ല, ഇമ്മീഡിയറ്റ് അസൈൻമെന്റ് എന്ന് പറയുന്ന ഈ നമ്മുടെ തീർത്ഥാടന കാലം ഭംഗിയാക്കുക എന്നുള്ളത് അതിന് തീർച്ചയായിട്ടും വളരെ വലിയ മുൻഗണന തന്നെയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ. താങ്ക് യു. അപ്പോൾ എല്ലാവരുടെയും സന്തോഷവും എല്ലാവരുടെ അനുഗ്രഹവും ഉണ്ടാവട്ടെ. നിങ്ങളൊക്കെ അവിടെ വെച്ച് കാണുമല്ലോ. കെ ജയകുമാറിന്റെ പ്രതികരണം തന്നെയാണ് ഏറെ ശ്രദ്ധ നേടുന്നത്. അദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാ കിരീടത്തിലും മുള്ളില്ല, അത് അണിയുന്നത് പോലെയാണ്. താനൊരു ഉദ്യോഗസ്ഥനാണ്, താനൊരു വിശ്വാസിയാണ്, അതുകൊണ്ട് തന്നെ ഇത് തന്നെ സംബന്ധിച്ച ഒരു നിയോഗമായി കരുതുന്നു എന്ന് തന്നെയാണ് കെ ജയകുമാർ പറയുന്നത്. ആതിര ചേരുകയാണ്. ആതിര, അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെയാണ് ഏറെ പ്രസക്തം. ഞാനീ പറഞ്ഞതുപോലെ താനൊരു വിശ്വാസിയാണ്, അതുകൊണ്ട് തന്നെ ഇതൊരു നിയോഗം, എല്ലാം തെളിയണമെന്ന് അദ്ദേഹം മനസ്സാൽ ആഗ്രഹിക്കുന്നു എന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും ശ്രീജ, ഇന്നലെ ചേർന്ന ഈ CPM സെക്രട്ടേറിയറ്റിലാണ് ഇത്തരത്തിൽ ഈ മുൻപത്തെ ഇപ്പോൾ നിലവിലുള്ള ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ കാലാവധി ഏതായാലും അവസാനിക്കാറായി. അതിനെ തുടർന്ന് അത് നീട്ടി നൽകേണ്ട എന്നൊരു നിർദ്ദേശത്തെ തുടർന്നാണ് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ഭരണസമിതിയും ഒക്കെ തീരുമാനിക്കുന്ന ഒരു ഘട്ടം എത്തിയത്. ഇന്നലെ ചേർന്ന CPM സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇത്തരത്തിൽ ഒരു 5 പേരുകൾ ഉയർന്നു വന്നു. അതിൽ ഏറ്റവും പ്രഥമ പരിഗണനയുണ്ടായിരുന്നത് കെ ജയകുമാറിന്റെ തന്നെ പേരാണ്. ഒരു മുതിർന്ന AS ഉദ്യോഗസ്ഥൻ കൂടിയാകുമ്പോൾ അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരും അത് സർക്കാരിന്റെ മുഖം രക്ഷിക്കാനുള്ള ഒരു അവസരം കൂടിയാകുമെന്ന നിഗമനത്തിലൊക്കെ തന്നെയാണ് സർക്കാർ കെ ജയകുമാറിനെ ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു തീരുമാനം എത്തിയത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന്റെ പേരാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നിയമിക്കാൻ മന്ത്രി VN വാസവനും മുഖ്യമന്ത്രിയുമായി തമ്മിലുള്ള ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിലൊക്കെ അദ്ദേഹത്തെ നിയമിക്കാനുള്ള അന്തിമ തീരുമാനമൊക്കെ എത്തിക്കഴിഞ്ഞു. ഏതായാലും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ 16 മണ്ഡലകാലങ്ങളൊക്കെ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തീർത്ഥാടനം ഇപ്പോൾ സുഗമമായി
സുഗമമായ രീതിയിൽ ശബരിമല തീർത്ഥാടനം നടത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് ആദ്യഘട്ടത്തിൽ ചെയ്യാനാകുന്ന കാര്യം. അതുകൊണ്ട് തന്നെ അതിനായിരിക്കും പ്രഥമ പരിഗണന എന്നതുൾപ്പെടെ അദ്ദേഹം ഇപ്പോൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഏതായാലും തിങ്കളാഴ്ചയോടുകൂടിയായിരിക്കും ഒരുപക്ഷെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊക്കെ വരിക. അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള കത്തുകളും മറ്റുമൊക്കെ ഒരുപക്ഷെ തിങ്കളാഴ്ചയോടുകൂടിയായിരിക്കും സമർപ്പിക്കുക. ഏതായാലും നിലവിൽ ഒരുപക്ഷെ ഇന്ന് മുഖ്യമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്താൻ സാധിക്കുകയാണെങ്കിൽ കൂടിക്കാഴ്ച നടത്തുമെന്നൊക്കെ അറിയിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ഏതായാലും നിലവിൽ ഇത്തരത്തിൽ അദ്ദേഹം ശബരിമലയുടെ മുൻപും ഇതുപോലെ തന്നെ പല രീതിയിലുള്ള ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി നിയമിക്കുമ്പോൾ അത് ഉചിതമായൊരു കാര്യമാകുമെന്ന നിഗമനത്തിൽ തന്നെയാണ് നിലവിൽ സർക്കാർ ഉള്ളത്. ശരി, അനന്തരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കെ ജയകുമാറിനെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന വാർത്തകൾ വരുന്നതിനിടെ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ഇന്ന് സംസാരിച്ചിരിക്കുകയാണ്. താനൊരു വിശ്വാസിയാണ്, അതുകൊണ്ട് തന്നെ എല്ലാം ഇതൊരു നിയോഗമായി കരുതുകയാണെന്ന് അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുകയാണ്. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു ആതിര രാധാകൃഷ്ണൻ. ഇനി നമ്മുടെ യാത്രാ ദുരിതത്തിനൊക്കെ കൂടുതൽ പരിഹാരമാകാൻ പോവുകയാണ്. കാരണം ബംഗളൂരുവിലൊക്കെ ഇനി പെട്ടെന്ന് എത്താൻ സാധിക്കും. എറണാകുളം ബംഗളൂരു സർവീസ് ഉൾപ്പെടെ 4 വന്ദേ ഭാരത് എക്സ്പ്രസുകൾ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യും. ബനാറസ്, ഖജുറാഹോ, ലഖ്നൌ, സഹാറൻപൂർ, ഫിറോസ്പൂർ, ഡൽഹി എന്നിവയാണ് മറ്റ് സർവീസുകൾ. എറണാകുളത്ത് നിന്നുള്ള വന്ദേ ഭാരത് 8 മണിക്കൂർ 40 മിനിറ്റ് എടുത്താണ് ബംഗളൂരുവിലെത്തുക. 9 സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് ഉണ്ടായിരിക്കും. പ്രധാനമന്ത്രി ഓൺലൈൻ വഴിയായിരിക്കും ഫ്ളാഗ് ഓഫ് നടത്തുക. ഇന്ന് ഫ്ളാഗ് ഓഫ് നടക്കുമെങ്കിലും 14-ന് ശേഷമാകും ദിവസേനയുള്ള സർവീസ് ആരംഭിക്കുക. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന ഉദ്ഘാടന പരിപാടിയിൽ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എന്നിവർ പങ്കെടുക്കും. DNA-യുടെ ഡബിൾ ഹേലിക്സ് ഘടന അഥവാ പിരിയൻ ഗോവണി ഘടന കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ജെയിംസ് വാട്സൺ അന്തരിച്ചു. 97 വയസ്സായിരുന്നു. ഫ്രാൻസിസ് കിക്ക്, മൗറിസ് വിൽക്കിൻസ് എന്നീ ശാസ്ത്രജ്ഞരോടൊപ്പമായിരുന്നു. 24-ാം വയസ്സിൽ വാട്സന്റെ ഈ കണ്ടെത്തൽ വൈദ്യശാസ്ത്ര മേഖലയിലും കുറ്റവാളികളെ കണ്ടെത്തുന്നതിലുമെല്ലാം പുതിയൊരു വഴി വെട്ടിത്തുറന്ന കണ്ടുപിടുത്തത്തിലൂടെ വാട്സൺ കിക്കിനും വിൽക്കിൻസിനുമൊപ്പം നൊബേൽ സമ്മാനം പങ്കിട്ടു. ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ് അഥവാ DNA-യുടെ പിരിയൻ ഗോവണി ഘടന പാരമ്പര്യ വിവരങ്ങൾ എങ്ങനെ സംഭരിക്കുന്നുവെന്നും കോശങ്ങൾ വിഭജിക്കുമ്പോൾ അവയുടെ DNA എങ്ങനെ പകർത്തപ്പെടുന്നുവെന്നും സൂചന നൽകി. ജീവികളുടെ ജനിതക ഘടനയിൽ മാറ്റം വരുത്തുക, രോഗികൾക്ക് ജീനുകൾ നൽകി ചികിത്സിക്കുക, DNA സാമ്പിളുകളിൽ നിന്ന് മൃതദേഹങ്ങളെയും പ്രതികളെയും തിരിച്ചറിയുക, കുടുംബ വംശാവലി കണ്ടെത്തുക തുടങ്ങിയവയ്ക്കെല്ലാം ഈ കണ്ടെത്തൽ വഴി തുറന്നു. പക്ഷേ ഇതേ വാട്സൺ തന്നെ തന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ കറുത്ത വർഗ്ഗക്കാരുടെയും വെളുത്ത വർഗ്ഗക്കാരുടെയും ജീനുകളിലുള്ള വ്യത്യാസം അവരുടെ IQ-വിനെ ബാധിക്കുന്നുവെന്ന അധിക്ഷേപകരമായ പരാമർശം നടത്തി ലോകത്തിന്റെ വിമർശനവും ഏറ്റുവാങ്ങിയിരുന്നു. അമേരിക്കയിലാകെ പ്രതിസന്ധിയാണ്. സർക്കാർ അടച്ചുപൂട്ടൽ 39-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അമേരിക്കൻ വ്യോമയാന മേഖലയിൽ കടുത്ത പ്രതിസന്ധി തുടരുന്നു. 5000-ലധികം വിമാന സർവീസുകൾ റദ്ദാക്കുകയോ വൈകുകയോ ചെയ്യുന്നുണ്ട്. രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ 40 വിമാനത്താവളങ്ങളിലെ ആഭ്യന്തര സർവീസുകൾ അടക്കം ഇത് ബാധിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. US-നകത്തേക്കും പുറത്തേക്കുമുള്ള 41,300 സർവീസുകൾ വൈകുന്നുണ്ട്. ആഭ്യന്തര സർവീസിൽ 4% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഷട്ട് ഡൌൺ തുടർന്നാൽ അടുത്തയാഴ്ച 20% കുറവുണ്ടായേക്കും. ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന എയർ ട്രാഫിക് കൺട്രോളർമാരുടെ കുറവും എയർപോർട്ട് സുരക്ഷാ ജീവനക്കാർ അവധിയിൽ പോയതുമാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. അതേസമയം വിവിധ വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ പ്രതിഷേധവും തുടരുകയാണ്. അതേസമയം പ്രശ്ന പരിഹാരത്തിന് ഡെമോക്രാറ്റുകൾ മുന്നോട്ട് വച്ച നിർദ്ദേശം തള്ളിയിരിക്കുകയാണ് റിപ്പബ്ലിക്കൻ നേതൃത്വം. സർക്കാർ ചെലവിനുള്ള ധനാനുമതി ബില്ലിൽ ഒബാമ കെയറിലെ ഇളവുകൾ 1 വർഷം നീട്ടിയാൽ ധനബജറ്റിനെ പിന്തുണയ്ക്കാമെന്ന നിർദ്ദേശമായിരുന്നു ഡെമോക്രാറ്റുകൾ മുന്നോട്ട് വച്ചത്. US ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഷട്ട് ഡൌണിൽ ലക്ഷക്കണക്കിന് ഫെഡറൽ ജീവനക്കാർ ശമ്പളമില്ലാതെ വലയുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹൃദ്രോഗി മരിച്ച സംഭവത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഇന്ന് റിപ്പോർട്ട് നൽകും. അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. വേണുവിന് ചികിത്സ നൽകുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നായിരുന്നു മെഡിക്കൽ കോളേജ് അധികൃതരും വ്യക്തമാക്കിയത്. റിപ്പോർട്ട് കിട്ടിയ ശേഷമായിരിക്കും ആരോഗ്യ വകുപ്പിന്റെ തുടർ നടപടികൾ. ആതിര രാധാകൃഷ്ണൻ ഒരിക്കൽ കൂടി ചേരുകയാണ്. ആതിര, ഈ പറഞ്ഞതുപോലെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നടപടികൾ. പക്ഷേ കുടുംബം പറയുന്നത് ഈ ആരോപണ വിധേയരായ ആളുകളെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണം, എങ്കിൽ മാത്രമേ കൃത്യമായ കാര്യങ്ങൾ പുറത്തു വരൂ എന്നുള്ളതാണ്. എന്തു പ്രതീക്ഷിക്കണം?
ശ്രീജ, കൊല്ലം പന്മന സ്വദേശിയായിട്ടുള്ള വേണു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മതിയായ ചികിത്സ കിട്ടാതെ മരണപ്പെട്ടുവെന്ന ബന്ധുക്കളുടെ പരാതിയെ തുടർന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനായി നിർദ്ദേശം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് ഇന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ സമർപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ അതേസമയം ഈ കാർഡിയോളജി വിഭാഗം മേധാവി ഉൾപ്പെടെ ഇന്നലെ സൂചിപ്പിച്ചിരുന്നത് ഇത്തരത്തിലൊരു ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല, മതിയായ ചികിത്സകളൊക്കെ തന്നെ നൽകിയിരുന്നു എന്ന തരത്തിൽ ഈ ബന്ധുക്കളുടെ ആരോപണങ്ങളൊക്കെ തന്നെ നിഷേധിച്ചിരുന്നു. കൊല്ലത്ത് നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുന്ന സമയത്ത് തന്നെ 24 മണിക്കൂർ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആൻജിയോഗ്രാം ചെയ്യാനും പറ്റാത്ത സാഹചര്യമായിരുന്നു എന്നും സൂചിപ്പിച്ചിരുന്നു. അതേസമയം ഈ ബന്ധുക്കൾക്ക് ഈ രോഗിയുടെ അവസ്ഥ സംബന്ധിച്ച് കൃത്യമായി വിവരം നൽകിയിരുന്നു എന്ന ചോദ്യത്തിന് അവിടെ എത്തുന്ന സമയത്ത് രോഗി സ്റ്റേബിൾ ആയിരുന്നു, പക്ഷെ പെട്ടെന്നാണ് നില മോശമായത്. അതിനെ തുടർന്നാണ് അറ്റാക്ക് വന്ന് ഹൃദയസ്തംഭനം വന്ന് മരണപ്പെടുകയായിരുന്നു. അത് പെട്ടെന്ന് നമുക്ക് പ്രവചിക്കാൻ സാധിക്കാത്തതായിരുന്നു എന്ന് ഉൾപ്പെടെ ഡോക്ടർമാർ ഇന്നലെ അറിയിച്ചിരുന്നു. പക്ഷേ അതേസമയം കുടുംബം ഇപ്പോഴും ഈ ആരോപണത്തിലൊക്കെ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. മതിയായ ചികിത്സ ലഭിച്ചില്ല എന്ന് ആരോപണത്തിൽ ഉൾപ്പെടെ ഉറച്ചു നിൽക്കുകയാണ്. അതുകൂടാതെ തന്നെ ഈ വേണുവിന്റെ തന്നെ സുഹൃത്തിന് അയച്ച ശബ്ദ സന്ദേശം ഉൾപ്പെടെ പുറത്തു വന്നൊരു സാഹചര്യത്തിൽ ഗുരുതരമായ ഒരു ആരോപണമാണ് മെഡിക്കൽ കോളേജിനെതിരെ ഉയർന്നത്. എന്നാൽ ഡോക്ടർമാർ ഉൾപ്പെടെ ഈ ആരോപണങ്ങളൊക്കെ നിഷേധിക്കുന്ന ഒരു സാഹചര്യം കൂടെയുള്ള സമയത്താണ് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി ഇപ്പോൾ നിലവിൽ ഇത്തരത്തിൽ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമായിരിക്കും ആരോഗ്യവകുപ്പ് ഇനി എന്ത് നടപടികളിലേക്കാണ് കടക്കുക, അല്ലെങ്കിൽ ഈ പരാതിയെ തുടർന്ന് ഈ ആരോപണ വിധേയരായിട്ടുള്ള ഡോക്ടർമാരെ മാറ്റി നിർത്തുമോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു തീരുമാനമുണ്ടാക്കുക. തിരുവനന്തപുരം നഗരസഭയോട് ചേർന്ന് കിടക്കുന്ന വലിയ പഞ്ചായത്താണ് കരകുളം. ഇടതുപക്ഷം മാത്രം ഭരണം നടത്തിയ പഞ്ചായത്തിൽ ഭരണം ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തുയർന്നു. വികസന വഴിയിലാണോ അതോ വികസന മുരടിപ്പിലാണോ പഞ്ചായത്ത്? ജനങ്ങളും പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ വിലയിരുത്തുന്നു. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്താണ് കരകുളം. കഴിഞ്ഞ 30 വർഷമായി CPM ഭരണം കൈയാളുന്ന ഇവിടെ ഏറെ വികസന സാധ്യതകളാണ് ഉള്ളത്. 23 നിന്നും 24 വാർഡ് പുനഃക്രമീകരണത്തിലൂടെ വാർഡുകളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. ആയിരത്തി 1953 7 വാർഡുകളിലായി രൂപീകൃതമായ കരകുളം പഞ്ചായത്ത് കഴിഞ്ഞ 30 വർഷമായി ഇടതുപക്ഷ ഭരണത്തിന് കീഴിലാണ്. നിലവിൽ 23 വാർഡുകളിൽ 20 വാർഡുകളും LDF ജനപ്രതിനിധികളാണ് പ്രതിദാനം ചെയ്യുന്നത്. തിരുവനന്തപുരം നഗരസഭയോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്തിൽ പശ്ചാത്തല മേഖലയ്ക്കും മാലിന്യ സംസ്കരണത്തിനും ആരോഗ്യ മേഖലയ്ക്കുമാണ് മുൻതൂക്കം നൽകിയതെന്ന് നിലവിലെ LDF ഭരണസമിതി വ്യക്തമാക്കുന്നു. മാലിന്യമുക്ത ഒരു പഞ്ചായത്താക്കി പ്രഖ്യാപിക്കാൻ സാധിച്ചു. ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ഭരണസമിതി ഏറ്റെടുത്ത പ്രവർത്തനം ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങളായിരുന്നു. കട്ടപ്പാറ പള്ളിവളയാണ് നമ്മുടെ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത്, FHSC ആയിട്ട് പ്രവർത്തിക്കുന്നത് അവിടെയാണ്. അതോടൊപ്പം തന്നെ 6 സബ് സെൻ്ററുകൾ നമുക്ക് പ്രവർത്തിക്കുന്നുണ്ട്. 6 സബ് സെൻ്ററുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി മികച്ച രീതിയിൽ പൊതുജനങ്ങൾക്ക് ആരോഗ്യരംഗത്ത് കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ഫണ്ട് ഒരു വർഷം ഓരോ പദ്ധതിയിലും ഫണ്ട് മാറ്റിവെക്കുന്നത് ആരോഗ്യരംഗത്താണ്. മൊത്തത്തിൽ നമ്മുടെ ആരോഗ്യരംഗത്ത് ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആർദ്രകര പുരസ്കാരം ഇപ്പോൾ നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ ലഭിച്ചത്. സമഗ്രമായ വികസനം ഈ ഒരു 5 വർഷക്കാലം സംതൃപ്തമായ രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം ഇടതുപക്ഷത്തിന്റെ 1/4 നൂറ്റാണ്ടിനപ്പുറത്തെ ഭരണം പഞ്ചായത്തിനെ പിന്നോട്ടടിക്കുകയായിരുന്നുവെന്ന് പ്രതിപക്ഷമായ UDF ആരോപിക്കുന്നു. ഒന്നാമതായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇവിടുത്തെ ശുദ്ധജലക്ഷാമം. കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും കുടിവെള്ള പദ്ധതി പ്രകാരം എല്ലാ ആളുകൾക്കും പൈപ്പ് കണക്ഷൻ സൗജന്യമായി നൽകുമ്പോൾ കരകുളം പഞ്ചായത്തിൽ 4000 രൂപ വാങ്ങിച്ചാണ് കുടിവെള്ളം കൊടുത്തത്. ഈ പഞ്ചായത്തിൽ ഒരു പൊതു ശ്മശാനം ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. വഴിയില മുതൽ കൽട്രോൺ ജംഗ്ഷൻ വരെയുള്ള റോഡിൻ്റെ സ്ഥിതി നമുക്ക് പകരം പോകാൻ യാതൊരു സംവിധാനവും ഒരുക്കിയിട്ടില്ല. വാർഡുകളിലെ ഉള്ളിലേക്കുള്ള എല്ലാ റോഡുകളും ശോചനീയമായ അവസ്ഥയാണ്. MLA കൊണ്ടുവന്ന വികസന പ്രവർത്തനത്തെക്കുറിച്ച് മാത്രമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിക്കുക. പഞ്ചായത്ത് എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്നും പറയാറില്ല. കരകുളത്തെ കാർഷിക മേഖലയ്ക്ക് വേണ്ട പരിഗണന പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്ന് BJP പറയുന്നു. ശരിക്കും വികസനം വഴിമുട്ടി നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് കരകുളം പഞ്ചായത്ത്. പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് ഏണിക്കരയുണ്ട്. ആ മാർക്കറ്റിൻ്റെ അവസ്ഥ ഇന്ന് വളരെ ദയനീയമാണ്. ഗ്രാമീണ പഠന കേന്ദ്രവും അതേപോലെ തന്നെ കലാഗ്രാമവും ഈ നമ്മളെ ഈ പഞ്ചായത്തിൽ വരുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് ഇതിലേക്കാണ് വകമാറ്റുന്നത്. അപ്പോൾ അതുവഴിയാണ് ഈ അഴിമതി കൂടുതൽ നടക്കുന്നത്. നല്ല രീതിയിൽ നെൽകൃഷി നടത്തിയിരുന്ന ഒരു മേഖലയാണ് പതിയനാട് മണലിത്തല പാടശേഖര സമിതി.
പാടങ്ങളെല്ലാം നികത്തിയിട്ട് അവിടെ ഇന്ന് വലിയ രീതിയിൽ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കും. പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രവർത്തനത്തിൽ സമ്മിശ്ര പ്രതികരണമാണ് ജനങ്ങൾക്കുള്ളത്. മാർക്കറ്റ് ഭയങ്കര പ്രശ്നമാണ്. മാർക്കറ്റിൽ നിന്ന് അടിച്ചിറക്കിയാണ് വഴികളുടെ കച്ചവടക്കാർ. നല്ല രീതിയിൽ നടന്നു വരുന്ന മാർക്കറ്റാണ്. കംപ്ലീറ്റ് വേസ്റ്റ് മാർക്കറ്റ് തള്ളയാണ്. കുഴപ്പമില്ലാത്ത ഭരണമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണ്. ഒരു പൊതു പ്രശ്നമില്ല. അങ്ങനെ കുറവുണ്ട്. ആരോഗ്യ മേഖലയിലെ പ്രവർത്തന മികവ് മുൻനിർത്തി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കരകുളം പഞ്ചായത്തിൽ മത്സരിക്കാനാണ് LDF വീണ്ടും തയ്യാറെടുക്കുന്നത്. അതേസമയം അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പഞ്ചായത്ത് ഏറെ പിന്നോട്ടു പോയി എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ക്യാമറമാൻ രാജേഷ് താവലോടിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. മലപ്പുറത്ത് മുസ്ലിം ലീഗിനെതിരെ ജനകീയ മുന്നണിയുമായി കോൺഗ്രസ്. വർഷങ്ങളായി കോൺഗ്രസും മുസ്ലിം ലീഗും പരസ്പരം പോരടിക്കുന്ന പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്തിലാണ് ജനകീയ മുന്നണിയുടെ ബാനറിൽ CPM-ഉം കോൺഗ്രസും സഖ്യമായി മത്സരിക്കുന്നത്. രൂപീകരണകാലം മുതൽ കോൺഗ്രസും മുസ്ലിം ലീഗും പരസ്പരം മത്സരിക്കുന്ന ഗ്രാമപഞ്ചായത്താണ് പൊന്മുണ്ടം. കഴിഞ്ഞ 15 വർഷമായി പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ്. കഴിഞ്ഞ തവണയുണ്ടായിരുന്ന 16 സീറ്റിൽ 12 സീറ്റ് മുസ്ലിം ലീഗിനും 4 സീറ്റ് കോൺഗ്രസിനുമായിരുന്നു. UDF-ലെ ഇരു പാർട്ടികളും തമ്മിലുള്ള സൗഹൃദ മത്സരത്തിനിടയിൽപ്പെട്ട CPM-ന് ഒരു സീറ്റിലും വിജയിക്കാനായിരുന്നില്ല. UDF-ലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പല തലങ്ങളിലായി ചർച്ചകൾ നടന്നുവെങ്കിലും വിജയിച്ചില്ല. ഇത്തവണ 2 സീറ്റ് വർദ്ധിച്ചതോടെ ആകെയുള്ള 18 സീറ്റിൽ 9 സീറ്റും 2.5 വർഷം ഭരണമാറ്റവും വേണമെന്നായിരുന്നു കോൺഗ്രസ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതിനു വഴങ്ങാൻ മുസ്ലിം ലീഗ് തയ്യാറല്ലാത്തതിനെ തുടർന്ന് ചർച്ച പരാജയപ്പെടുകയായിരുന്നു. തുടർന്നാണ് ലീഗിനെതിരെ ജനകീയ മുന്നണി രൂപപ്പെട്ടത്. 11 സീറ്റിൽ കോൺഗ്രസും 5 സീറ്റിൽ CPM-ഉം 2 ടീം പൊന്മുണ്ടവും മത്സരിക്കും. സ്വതന്ത്രരായിട്ടായിരിക്കും മത്സരം. കോൺഗ്രസിന്റെ DCC ബ്ലോക്ക് ഭാരവാഹികളും CPM ഏരിയ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ മത്സരിക്കും. മുന്നണി സംവിധാനമില്ലെങ്കിലും ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിക്കാനാകുമെന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ ആത്മവിശ്വാസം. എന്നാൽ മുസ്ലിം കോട്ടയായിരുന്ന താനൂർ നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ 2 തവണയായി ഇടത് സ്വതന്ത്രനായി മന്ത്രി V. അബ്ദുറഹ്മാനാണ് വിജയിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തതോടെ താനൂർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പൊന്മുണ്ടത്ത് ഐക്യം സ്ഥാപിക്കേണ്ടത് മുസ്ലിം ലീഗ് നേതൃത്വത്തിന് അത്യാവശ്യമാണ്. അമൃത ന്യൂസ്, മലപ്പുറം. മകൻ LDF സ്ഥാനാർത്ഥിയായതോടെ അച്ഛന് INTUC-യുടെ തൊഴിൽ വിലക്കും ഭീഷണിയും എന്ന് പരാതി. വയനാട് മുള്ളൻകൊല്ലിയിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുള്ളൻകൊല്ലി പഞ്ചായത്ത് 18-ാം വാർഡ് പട്ടാണിക്കൂപ്പിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന CR വിഷ്ണുവിന്റെ അച്ഛൻ CK രാജനാണ് തൊഴിൽ വിലക്ക്. സജീവ കോൺഗ്രസ് പ്രവർത്തകനായ രാജൻ INTUC ടിമ്പർ തൊഴിലാളി യൂണിയൻ അംഗമാണ്. ആടിക്കൊല്ലിയിൽ മരം കയറ്റാൻ എത്തിയപ്പോഴാണ് പണിയെടുക്കരുതെന്ന് INTUC ജില്ലാ ജനറൽ സെക്രട്ടറി പാമ്പനാൽ മണിയുടെ നിർദ്ദേശമുണ്ടെന്ന്, അതിനാൽ തൊഴിൽ എടുക്കേണ്ടെന്നും മറ്റു തൊഴിലാളികൾ അറിയിച്ചത്. പാമ്പനാൽ മണിയെ ഫോണിൽ വിളിച്ചപ്പോൾ മകൻ LDF സ്ഥാനാർത്ഥിയല്ലേ, ഇനി നീ പണിയെടുക്കുന്നത് കാണണമെന്ന് ഭീഷണിപ്പെടുത്തിയതായും രാജൻ പറയുന്നു. 22 വർഷമായിട്ട് ഞാൻ ഇതിൽ തന്നെ പ്രവർത്തിക്കുന്നു. ഈ പാർട്ടിക്ക് വേണ്ടിയിട്ടും ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടും മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. വേറെ ഒരു പ്രസ്ഥാനത്തിൽ ഞാൻ പോയിട്ടുമില്ല, ഞാൻ പ്രവർത്തിച്ചിട്ടുമില്ല. എന്നിട്ട് ഇവർ ഇങ്ങനെ എന്നോട് മാറ്റി നിർത്തുന്നതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. CPM അവനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് 18-ാം വാർഡിൽ. ഞാൻ 2-ാം വാർഡിലാണ് ഉള്ളത്. അവനുമായിട്ട് എനിക്ക് യാതൊരു ബന്ധം വരുന്നില്ല. അവന് വേണ്ടിയിട്ട് എനിക്ക് പ്രവർത്തിക്കേണ്ടിയും വരുന്നില്ല, അവന് വേണ്ടിയിട്ട് ഇത് ചെയ്യേണ്ടിയും വരുന്നില്ല, വോട്ട് ചെയ്യേണ്ടിയും വരുന്നില്ല. ഞാൻ വേറൊരു ഇതിലാണ് ഉള്ളത്. പട്ടികജാതി സംവരണ മണ്ഡലമായ പട്ടാണിക്കുപ്പിൽ SFI ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായ രാജന്റെ മകൻ വിഷ്ണുവിനെ LDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു. മകന്റെ രാഷ്ട്രീയം അവൻ തീരുമാനിച്ചതാണെന്നും ഇതിന്റെ പേരിൽ ജീവിതമാർഗം ഇല്ലാതാക്കുന്നത് ചതിയെന്നുമാണ് രാജൻ പറയുന്നത്. അതേസമയം രാജന് തൊഴിൽ സംരക്ഷണം നൽകുമെന്ന് പ്രഖ്യാപിച്ച് CPIM രംഗത്ത് വന്നിട്ടുണ്ട്. അമൃത ന്യൂസ്, വയനാട്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിൽ മത്സരരംഗത്തുള്ളവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി ആരാണെന്നറിയാമോ? അജന്യയാണ്. തിരുവനന്തപുരം മലയൻകീഴ് പഞ്ചായത്ത് തച്ചോട്ടുകാവ് 1-ാം വാർഡ് LDF സ്ഥാനാർത്ഥിയായ അജന്യയ്ക്ക് പ്രായം 21 വയസ്സാണ്. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി ആകാൻ പോകുന്ന ആളാണ് അജന്യ. അജന്യ വോട്ട് തേടിക്കൊണ്ടിരിക്കുകയാണ്. മലയൻകീഴ് പഞ്ചായത്തിലെ വാർഡിലാണ് അജന്യ മത്സരിക്കുന്നത്. തച്ചോട്ടുകാവ് 1-ാം വാർഡായിട്ടുള്ള തച്ചോട്ടുകാവിൽ അജന്യ മത്സര രംഗത്തേക്ക് എത്തുകയാണ്. അജന്യ മത്സര രംഗത്തേക്ക് എത്തുകയാണ്. വിദ്യാഭ്യാസ രംഗത്തൊന്നും പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസമാണ് തോന്നുന്നു പ്രായപൂർത്തിയായി 21 വയസ്സ് വേണം മത്സര രംഗത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. അതെ, 21 വയസ്സ് വേണം. പൂർത്തിയായ മാത്രമാണ് സ്ഥാനാർത്ഥിയായി നിൽക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നലെയാണ് അത് പൂർത്തിയായത്. വളരെ സന്തോഷം. മാധവി കോളേജിലെ BSc മാത്സ് ആണെന്ന് തോന്നുന്നു. BSc മാത്സ് 3-ാം വർഷ വിദ്യാർത്ഥിയാണെന്ന് തോന്നുന്നു.
പെട്ടെന്ന് കോളേജ് രാഷ്ട്രീയത്തിൽ നിന്ന് എസ് എഫ് ഐയിലൂടെയാണെന്ന് തോന്നുന്നു ഈ രംഗത്തേക്ക് വരുന്നതും കോളേജ് രാഷ്ട്രീയത്തിൽ നിന്ന് പെട്ടെന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ്? അത് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് ഈ ഒരു തദ്ദേശ സ്വയംഭരണ ഈ ഒരു ഇതിലേക്ക് വരാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇത് വളരെ സന്തോഷമേറിയ ഒരു കാര്യം തന്നെയാണ്, സ്ഥാനാർത്ഥിയായി നിൽക്കാൻ സാധിച്ചത്. വിശ്വസിച്ച് പാർട്ടി ഒരു കാര്യം ഏൽപ്പിക്കുമെന്ന് തോന്നി, നേരത്തെ അത്തരത്തിൽ എന്തെങ്കിലും സൂചനകൾ വല്ലതും ലഭിച്ചിരുന്നു? ഇല്ല, ഈ ഒരു ഇലക്ഷൻ വരുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത് അറിഞ്ഞത്. അപ്പം എൻ്റെ 100% ഇതിനകത്ത് കൊടുക്കണമെന്ന് വിചാരിക്കുന്നു. നിലവിൽ UDF വാർഡാണെന്ന് തോന്നുന്നു. ഇപ്പോൾ എങ്ങനെയാണ് ആ ഒരു മത്സരത്തെ എങ്ങനെയാണ് കാണുന്നത്? വളരെ ശക്തമേറിയ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. 3 പാർട്ടിക്കാരും എന്നാണ് വളരെ ശക്തരാണ്. അപ്പോൾ ഇതിൽ ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. വിശ്വസിച്ച് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്താനുണ്ടായ ഒരു സാഹചര്യം എങ്ങനെയാണ്? എല്ലാ കാലങ്ങളിലും കഴിഞ്ഞ കാലങ്ങളിൽ പോലെ തന്നെ വിദ്യാർത്ഥി മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന സഖാക്കളെ അല്ലെങ്കിൽ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് LDFിൻ്റെയും CPMൻ്റെയൊക്കെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രദേശത്ത് ഒരു വനിതാ സംവരണ വാർഡായപ്പോൾ വിദ്യാർത്ഥി മേഖലയിൽ പ്രവർത്തിക്കുന്ന നന്നായി വിദ്യാഭ്യാസവും ചെയ്യുന്ന ഒരു കുട്ടിയെ കാണണമെന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചത്. ഇന്നലെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള പ്രായപൂർത്തിയിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് ഒരു വെല്ലുവിളിയായിരുന്നു? അല്ല, സ്ഥാനാർത്ഥി ഇങ്ങനെ ചർച്ച നടന്ന സമയത്ത് ഒരു സ്ഥാനാർത്ഥി ഞങ്ങൾ കണ്ടെത്തി. യാദർച്ഛികമായ ഒരു ദിവസം വൈകുന്നേരത്ത് ഈ സ്ഥാനാർത്ഥിയുടെ പ്രായത്തിനെ സംബന്ധിച്ച് സഖാക്കൾ തമ്മിലുള്ള ആശയവിനിമയത്തിനിടയിലാണ് ഇപ്പോൾ 20 വയസ്സ് കഴിഞ്ഞ് 11 മാസമായി എന്ന്. ഉടൻ തന്നെ ഇലക്ഷൻ വിജ്ഞാപനമാണോ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കുന്ന സമയമാണോ ഇത് കൊടുക്കേണ്ടതെന്നുള്ള ആലോചനയിലാണ്. അപ്പോൾ ഇവർക്ക് 11/6 21 പൂർത്തീകരിച്ചുകൊണ്ട് ഇലക്ഷനിലേക്ക് ചെല്ലാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. പ്രചരണ പരിപാടികളൊക്കെ തന്നെ തുടക്കം കുറിച്ചു, പോസ്റ്ററുകളൊക്കെ പ്രചരണങ്ങളെല്ലാം ആരംഭിച്ചു. ഒരു ഘട്ടം സ്ക്വാഡ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. പ്രചരണങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അജന്യ എന്താണ് പറയുന്നത്? എങ്ങനെയാണ് ഒരു വീടുകളിലൊക്കെ ചെല്ലുമ്പോഴുള്ള ഒരു പ്രതികരണം? ഇപ്പം 2 ദിവസമായല്ലോ പ്രചരണ രംഗത്തേക്ക് എത്തിയിട്ട്. അവരെല്ലാം നല്ല രീതിയിലാണ് എല്ലാവരും സ്വീകരിച്ചത്. വളരെ പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എന്നത് കാരണം തന്നെ അവർ വളരെയധികം സന്തോഷത്തോടെയാണ്. കാരണം യുവജനങ്ങൾ ഈ ഒരു മേഖലയിൽ എത്തിച്ചേരണമെന്ന് എല്ലാവർക്കും ഉണ്ടെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അജന്യയെ പോലെയുള്ള യുവ രക്തങ്ങളെ മത്സര രംഗത്തേക്ക് എത്തിച്ചുകൊണ്ട് വാർഡ് പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് CPM മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. LDF അത്തരത്തിലുള്ള തീരുമാനത്തിലേക്കാണ് പോയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് അജന്യയെ സ്ഥാനാർത്ഥിയായി തച്ചോട്ടുകാവ് വാർഡ് 1 മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. എറണാകുളം ബംഗളൂരു സർവീസ് ഉൾപ്പെടെ 4 വന്ദേ ഭാരത് എക്സ്പ്രസുകൾ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യും. 8 മണിക്കാണ് ഈ ചടങ്ങ് നടക്കുക. എന്തായാലും എറണാകുളത്ത് ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. അവിടെ ഹൈബി ഈഡൻ സംസാരിക്കുകയാണ്. ഇപ്പോൾ വിവരങ്ങൾ കിരൺ കുമാർ നൽകും. കിരൺ, വലിയൊരു യാത്രാദുരിതം തീരുകയാണ്. അതിന്റെ ഒരു സന്തോഷത്തിൽ തന്നെയാണ് നമ്മൾ. അവിടെ ചടങ്ങുകളൊക്കെ എങ്ങനെ പുരോഗമിക്കുന്നു? Raising the new demands, which is always for Kerala. ശ്രീജ, ഏതായാലും കേരളം കാത്തിരുന്ന ഒരു ട്രെയിൻ സർവീസാണ് ഇന്നോടുകൂടി ആരംഭിക്കുന്നത്. പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്ത് സമർപ്പിക്കുന്ന 4 വന്ദേ ഭാരത് ട്രെയിനുകൾക്കൊപ്പം തന്നെ കേരളത്തിന് അനുവദിച്ച 3ാമത്തെ വന്ദേ ഭാരത് ട്രെയിൻ കൂടിയുണ്ട്. കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പുറപ്പെടുന്ന വന്ദേ ഭാരത് ട്രെയിനാണ് ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. പ്രധാനമന്ത്രി ഓൺലൈനായി ചടങ്ങ് ഫ്ളാഗ് ഓഫ് ചെയ്യുമ്പോൾ അതേസമയത്ത് തന്നെ കൊച്ചിയിലും സൗത്ത് റെയിൽവേ സ്റ്റേഷനിലും പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഉദ്ഘാടന ചടങ്ങ് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഗവർണർ അടക്കമുള്ള ആളുകളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള യാത്രക്കാരെ അവരുടെ ദുരിതങ്ങളെല്ലാം ഒരു വന്ദേ ഭാരത് ട്രെയിനാണ് ഏതായാലും സർവീസ് ആരംഭിക്കുന്നത്. എറണാകുളം ബംഗളൂരു സർവീസ് ഉൾപ്പെടെ 4 വന്ദേ ഭാരത് എക്സ്പ്രസുകളാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. വലിയൊരു യാത്രാ ദുരിതത്തിനാണ് പരിഹാരമാകാൻ പോകുന്നത്. എറണാകുളത്ത് എന്തായാലും ചടങ്ങുകളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. 8 മണിയോടുകൂടി പക്ഷേ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുകയുള്ളൂ. പ്രധാനമന്ത്രിയാണ് ഫ്ളാഗ് ഓഫ് ചെയ്യുക. എല്ലാവരും അതിനായി കാത്തിരിക്കുകയാണ്. നമ്മൾ വീണ്ടും തദ്ദേശ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് പോവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് നാടും നഗരവും ഒരുങ്ങുകയാണ്. ആരോടൊപ്പം നിൽക്കണം, ആര് ജയിക്കണം എന്നതിലൊക്കെ കൃത്യമായ നിലപാടുള്ളവരാണ് വോട്ടർമാർ. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ ആർക്കൊപ്പമാകുമെന്നതിൽ ജനങ്ങളുടെ അഭിപ്രായം അറിയാം.
തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF അധികാരത്തിൽ തുടരുമോ അതോ പ്രധാന പ്രതിപക്ഷമായ BJP അധികാരത്തിലെത്തുമോ? UDF കരുത്തുകാട്ടി തിരിച്ചുവരുമോ എന്നതാണ് പ്രധാന ചോദ്യം. LDF അധികാരം നിലനിർത്തുമെന്ന അഭിപ്രായക്കാർ ഏറെയുണ്ട്. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. പ്രാവശ്യവും LDF തന്നെ ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ആ രീതിയിലുള്ള ഭരണമാണ് അവർ കാഴ്ചവെച്ചത്. അതുകൊണ്ട് LDF തന്നെ വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യത എല്ലാം കാണുന്നുണ്ട്. നല്ല ഭരണമല്ലേ കാഴ്ചവെക്കുന്നത്. പിന്നെ എല്ലാവർക്കും ജനങ്ങൾക്ക് ഉദയത്തിലെല്ലാം പ്രഖ്യാപിച്ചല്ലേ, അത്ഭുതകരമായ പ്രഖ്യാപനം നടത്തിയത് മുഖ്യമന്ത്രി. ഭരണത്തിൽ വേണം, കാരണം എല്ലാം കൊണ്ടും ജനങ്ങൾ സന്തുഷ്ടരാണ്. കോർപ്പറേഷനിൽ 3ാം സ്ഥാനക്കാരായ UDF അധികാരത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. UDF സർക്കാർ അധികാരത്തിൽ വരുമെന്നുള്ളതാണ്. പഞ്ചായത്ത് ഇലക്ഷനിൽ കൂടുതലായിട്ട് UDFന്റെ സ്ഥാനാർത്ഥികളായിരിക്കും വിജയിക്കാൻ സാധ്യത കൂടുതൽ. ഈ CPM ഭരിക്കുന്ന കാലത്ത് ആണ് ഇത്രയും മാത്രം ഈ പട്ടികജാതിക്കാർ സാമ്പത്തികമായി പിന്നെ അവരുടെ ടൈബൻ്റോ എന്തെങ്കിലും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ പോലും കിട്ടുന്നില്ല. എൻ്റെ അഭിപ്രായം ഇവർ ജയിക്കരുതെന്നും ഈ പാർട്ടി ജയിക്കരുതെന്നും പട്ടികജാതിക്കാർ ഇന്ന് അനുഭവിക്കുന്ന മുഴുവൻ സൗകര്യങ്ങളും കോൺഗ്രസ് ഗവൺമെൻറ് കൊടുത്തതാണ്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം ഈ ഗവൺമെൻറ് ഇടതുപക്ഷത്തെ ഗവൺമെൻറ് ജയിക്കാൻ പാടില്ല, കോൺഗ്രസ് അധികാരത്തിൽ വരണം തന്നെ എൻ്റെ അഭിപ്രായം. BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരവസരം ഇത്തവണ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. UDF വരണമെന്നുണ്ട്, പക്ഷേ ഒന്നും പറയാൻ പറ്റില്ല ആര് വരുമെന്ന്. ആര് ഭരിച്ചാലും കാര്യമില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടുന്നവരുമുണ്ട്. പിന്നെ ആര് വന്നാലും വലിയ കാര്യമായിട്ടുള്ള ഒരു മാറ്റമൊന്നും പ്രതീക്ഷിക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. ആര് വന്നാലും ജനങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെന്നുള്ളൊരു ഇതാണ്, പക്ഷേ അത് പ്രാവർത്തികമായിട്ട് ആവുമെന്ന് തോന്നിയിട്ടില്ല. ആര് ജയിച്ചാലും നാടിന് നല്ലത് വരണം, അത്രേ ഉള്ളൂ. 3 മുന്നണികൾക്കും അഭിമാന പോരാട്ടമാകുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം കടുക്കുമെന്ന് ഉറപ്പ്. തദ്ദേശം പിടിക്കാൻ എല്ലാ പൊടിക്കൈകളും പ്രയോഗിച്ച് മുന്നണികൾ പ്രചരണം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ്. വിജയക്കൊടി പാറിക്കാൻ തന്നെയാണ് പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും തീരുമാനം. പക്ഷേ ആര് ജയിച്ചാലും വികസനവും ജനക്ഷേമവുമായിരിക്കണം ലക്ഷ്യമെന്നാണ് പൊതുജനങ്ങൾ ആവർത്തിച്ചു പറയുന്നത്. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. പൊതു ഇടങ്ങളിൽ നിന്ന് തെരുവ് നായ്ക്കളെ നീക്കണമെന്ന സുപ്രധാന ഉത്തരവുമായി സുപ്രീം കോടതി എത്തുമ്പോൾ തലസ്ഥാനത്തെ ജനങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? നമുക്കൊന്ന് കേൾക്കാം. സുപ്രീം കോടതി വിധി നല്ല വിധിയാണ്. മനുഷ്യനെ കടിക്കുക, കൊല്ലുക നടന്നുകൊണ്ടിരിക്കുക. അതാണ് സുപ്രീം കോടതി വിധി ഉണ്ടാക്കിയത്. പക്ഷേ സ്റ്റേറ്റ് സഹകരിച്ചാലേ ശരിയാക്കാം. അത് വല്ല അത്യാവശ്യമായ കേസാണ്. ഒരുപാട് പേര് ഇതുപോലെ കടിച്ച് ആശുപത്രിയിൽ പോയി ഭയങ്കര ചികിത്സ ചെയ്യുകയാണ്. അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വീഴ്ചയാണത്. വണ്ടി വിശ്വസിച്ച് വണ്ടി ഓടിക്കുമ്പോൾ പ്രതീക്ഷിക്കാതെ ചാടുന്നുണ്ട് വണ്ടിയുടെ ഫ്രണ്ടിലൊക്കെ. എന്നെ കടിക്കാൻ ഓടിച്ചിട്ടുണ്ട് ഗ്യാങ്ങായിട്ട് രാത്രി. നായ്ക്കൾ ഒരു ഏരിയയിൽ ഉണ്ടെങ്കിൽ അവിടെ അനാവശ്യമായ ആൾക്കാരുടെ ശല്യം ഒഴിവാകും. എന്ന് പറഞ്ഞാൽ കള്ളന്മാർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാകും. ഒരു തെരുവ് നായി എന്ന് പറയണമെങ്കിൽ പോലും അത് ആ ഒരു ഏരിയയുടെ ഒരു ഗാർഡായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊരു കണക്കിന് നല്ലതാണ്. പക്ഷേ പട്ടികളിപ്പോൾ കടിക്കുന്നു, അതിന് ആഹാരം കിട്ടുന്നില്ല, അത് ആൾക്കാരെ കടിക്കുന്നു. അത് നല്ല തീരുമാനമാണ്. വെച്ചാൽ ജനങ്ങൾക്ക് അത് നല്ലൊരു സന്ദേശമാണ്. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കൊണ്ട് എത്രയോ കുട്ടികളെയാണ് നമ്മൾ മുമ്പായിട്ട് കടിച്ചു വെച്ച് വലിക്കുന്നത്. തെരുവ് നായ്ക്കളുടെ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിധത്തിലും താങ്ങാൻ പറ്റാത്തതാണ്. കുട്ടികളുടെ സംരക്ഷണത്തിന് വളരെ അനുയോജ്യമായ ഒരു വിധി. കുട്ടികളെന്നല്ല, ഞങ്ങളെപ്പോലെ പ്രായമായവർക്കുമൊക്കെ അത് ഒരു അനുയോജ്യമായ വിധിയായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. എത്ര കൊച്ചു കുട്ടികളായിരുന്നാലും വയസ്സായ അമ്മമാരെ ആയിരുന്നാലും ശരിക്കും ഈ പട്ടികളിൽ നിന്നും ശരിക്കും പീഡനം, ജീവൻ വരെ നഷ്ടമായിട്ടുണ്ട്. നീക്കം ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ മനുഷ്യരിൽ ഏറ്റവും നമ്മൾ വാല്യൂഡ് കൊടുക്കേണ്ട മനുഷ്യനല്ലേ. എത്രയോ പേര് മരിച്ച് കാണുന്നുണ്ടല്ലേ, പട്ടി കടിച്ചു, കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ കടിച്ച് കാണില്ലേ. അപ്പോൾ അവരെങ്ങനെ വളർത്തിയാൽ വീണ്ടും ഇതേ വലിയ മരണമല്ലേ സംഭവിക്കുക. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ കൊല്ലണം തന്നെ. എന്തായാലും സുപ്രീം കോടതി വിധിയെ പൂർണ്ണമായും അനുകൂലിക്കുകയാണ് ജനങ്ങൾ. നമുക്ക് മറ്റൊരു വാർത്ത കാണാം. ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങളുടെ പ്രദർശനവുമായി അമൃതയിൽ സ്മാർട്ട് വെഹിക്കിൾ എക്സ്പോ. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ റോബോട്ടിക്സ് ആൻഡ് മൈക്കട്രോണിക്സ് 2025 ഭാഗമായാണ് രാജ്യത്തിനകത്തും പുറത്തുമുള്ള മുൻനിര വാഹന നിർമ്മാണ കമ്പനികൾ പങ്കെടുക്കുന്ന വെഹിക്കിൾ എക്സ്പോ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആഡംബര വാഹന നിർമ്മാണ മേഖലയിലെ ഓഡി, മെഴ്സിഡസ്, ഫോക്സ്വാഗൺ, ജീപ്പ്, BYD, ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളായ മഹീന്ദ്ര, ടാറ്റ, മാരുതി സുസുക്കി എന്നിവരുൾപ്പെടെ പങ്കെടുക്കുന്ന സ്മാർട്ട് വെഹിക്കിൾ എക്സ്പോ. ഏറ്റവും പുതിയ ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങളാണ് എക്സ്പോയിലെ പ്രധാന ആകർഷണം. വാഹനങ്ങൾക്ക് പുറമെ വിപണിയിലെ നൂതന ഇന്റലിജന്റ് മൊബിലിറ്റി സൊല്യൂഷനുകളും ഓട്ടോണമസ് വാഹന സാങ്കേതിക വിദ്യകളും എക്സ്പോയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ICRMന്റെ ഭാഗമായി സ്മാർട്ട് വെഹിക്കിൾ എക്സ്പോയ്ക്ക് പുറമെ
റോബോട്ടിക്സ്, AI, ഓട്ടോണമസ് സിസ്റ്റംസ് എന്നിവയിലെ അത്യാധുനിക വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രായോഗിക പരിശീലന സെക്ഷനുകൾ, റോബോ എക്സ്പോ എന്നിവയും അമൃതപുരി ക്യാമ്പസിൽ സംഘടിപ്പിച്ചിരിക്കുന്നു. ഒരു പെരിയ മാറ്റം നമ്മൾ ഈ ടെക്നോളജിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു 5 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെ മാറി എന്ന് വെച്ചാൽ എല്ലാം എവിടെയോ എത്തി അതുപോലെ ഉണ്ട് നോക്കുമ്പോൾ. അപ്പോൾ അതേ അനുസരിച്ചാണ് ഇങ്ങനെ ഒരു കോൺഫറൻസും ഇവിടെ 7 തിമാറ്റിക് ഏരിയയിൽ നമ്മൾ നടത്തുന്നുണ്ട്. എല്ലാം ലേറ്റസ്റ്റ് ടെക്നോളജി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കി നമ്മൾ. അപ്പോൾ അതുവഴിയായിട്ട് സ്റ്റുഡൻസിന് റോബോ കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. അവരുടെ ക്രിയേറ്റിവിറ്റി എല്ലാം എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന കോൺഫറൻസിൽ റോബോട്ടിക്സ്, ഓട്ടോമേഷൻ, ഇന്റലിജൻസ് സിസ്റ്റംസ് എന്നിവയിലെ പുതിയ ട്രെൻഡുകൾ, സാങ്കേതിക വിദ്യകൾ, നൂതന ആശയങ്ങൾ എന്നിവ ചർച്ച ചെയ്യും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഗവേഷകർ, അക്കാദമിഷ്യന്മാർ, വിദ്യാർത്ഥികൾ, വ്യവസായ പ്രമുഖർ എന്നിവർ കോൺഫറൻസിന്റെ ഭാഗമാകുന്നുണ്ട്. അമൃത ന്യൂസ്, കൊല്ലം. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത അതിജീവിതർക്കുള്ള കൽപ്പറ്റയിലെ ടൗൺഷിപ്പിൽ മലിനജല സംസ്കരണത്തിനായി ഒരുക്കുന്നത് അത്യാധുനിക ജൈവ പ്ലാന്റാണ്. മെട്രോപൊളിറ്റൻ നഗരങ്ങളിലെ മാലിന്യ സംസ്കരണ സംവിധാനത്തെ പോലും വെല്ലുന്ന സുസ്ഥിര സാങ്കേതിക വിദ്യയിൽ ടൗൺഷിപ്പിലെ 5 സോണിൽ 10 ബയോ STP ആണ് നിർമ്മിക്കുന്നത്. ആദ്യ സോണിൽ നിർമ്മാണം ആരംഭിച്ച വീടുകൾ പൂർത്തിയാക്കുന്നതിനൊപ്പം ബയോ STPകളും പൂർത്തിയാക്കും. കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള ടൗൺഷിപ്പിനുള്ളിലെ മലിനജലം ഇന്ധനത്തിന് പോലും സഹായമില്ലാതെ ശാസ്ത്രീയമായി ബാക്ടീരിയയെ ഉപയോഗിച്ച് സംസ്കരിച്ച് ശുദ്ധജലമാക്കുന്നതാണ് സംവിധാനം. ഓരോ വീടിനും പൊതുകെട്ടിടങ്ങൾക്കും പ്രത്യേകമായി സെപ്റ്റി ടാങ്ക്, മലിനജലക്കുഴി എന്നിവയ്ക്ക് പകരമായി ഭൂഗർഭ ശൃംഖലയിലൂടെ മാലിന്യം ബയോ STPകളിലേക്ക് എത്തിക്കും. ദിവസവും 85,536 ലിറ്റർ വരെ മലിനജലം ഉൾക്കൊള്ളാൻ കഴിയുന്ന 10 STPകളോട് ചേർന്ന കുളത്തിന് സമാനമായ ജലസംഭരണികളും സജ്ജീകരിക്കും. മലിനജലം സംസ്കരിച്ച് ശുദ്ധജലമാക്കി കുളങ്ങളിലാണ് സംഭരിക്കുക. ഭൂമിക്കടിയിലെ പ്ലാന്റിന് മുകളിലായി പൂന്തോപ്പുകൾ നിർമ്മിച്ച് കുളത്തിലെ വെള്ളം ഉപയോഗിച്ച് ഉദ്യാന പരിപാലനത്തിനുൾപ്പെടെ ഉപയോഗിക്കാനാണ് പദ്ധതി. കുടിവെള്ളത്തിനായുള്ള ടൗൺഷിപ്പിലെ 3.2 കോടി രൂപയുടെ പദ്ധതിക്ക് പുറമെയാണിത്. അതേസമയം 20ാമത്തെ വീടിന്റെ പ്രധാന വാർപ്പ് ബുധനാഴ്ച പൂർത്തിയായി. ഡിസംബർ 25-നുള്ളിൽ സർക്കാർ നിശ്ചയിച്ച മുഴുവൻ ഗുണഭോക്താക്കൾക്കുമുള്ള വീടിന്റെ വാർപ്പ് പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം. ടൗൺഷിപ്പിനുള്ളിലെ 11.72 കിലോമീറ്റർ റോഡിന്റെ പ്രവൃത്തിയും വേഗത്തിൽ പുരോഗമിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, വയനാട്. നമ്മൾ ഓരോരുത്തരും നൽകുന്ന കരുതൽ പലരുടെയും ജീവിതത്തെ മാറ്റിമറിച്ചേക്കാം. ആലപ്പുഴ ചെങ്ങന്നൂർ ചെറിയനാട് സ്വദേശി ലക്ഷ്മി രാജേഷിനെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയ്ക്കായി ലക്ഷങ്ങൾ വേണ്ടിവരുന്നത് ലക്ഷ്മിയെയും കുടുംബത്തെയും ഒക്കെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. പണമില്ലാത്തതിനാൽ ചികിത്സയും മുടങ്ങിയ സാഹചര്യമാണ്. ലക്ഷ്മിക്കായി നമുക്കൊന്നിക്കാം. ഇതാണ് ലക്ഷ്മി. വിധി കരൾ രോഗത്തിന്റെ രൂപത്തിൽ വില്ലനായി എത്തിയപ്പോൾ ചികിത്സയ്ക്ക് പണമില്ലാതെ ജീവിതം വഴിമുട്ടിയ ഒരു സാധാരണ കുടുംബത്തിലെ വീട്ടമ്മ. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയതോടെ ചികിത്സാ ചെലവിന് ലക്ഷങ്ങൾ വേണ്ടിവരുമെന്നത് പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഈ കുടുംബത്തെ. 1 വർഷം മുൻപ് കഠിനമായ വയറുവേദനയും ഛർദിയെയും തുടർന്ന് ചികിത്സ തേടിയപ്പോഴാണ് തനിക്ക് കരൾ രോഗം പിടിപെട്ടെന്ന സത്യം ലക്ഷ്മി തിരിച്ചറിയുന്നത്. ലിവറിന് ട്യൂമറാണ്. പല വലുപ്പത്തിലുള്ള പല ട്യൂമേഴ്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോവേ അവിടെ ടെസ്റ്റുകളെല്ലാം ചെയ്തപ്പോൾ ഇനി ഒത്തിരി നാൾ ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇതൊരു ക്യാൻസർ ടൈപ്പ് ട്യൂമറും പിന്നെ അത് പൊട്ടാനുള്ള സാധ്യതയുണ്ട്, വലിപ്പം കൂടുതലുള്ളതുകൊണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ പിന്നീട് ഇപ്പം ഫർദർ ട്രീറ്റ്മെൻറ്റിന് പോയേക്കുന്നത് അമൃതയിലാണ്. അമൃതയിൽ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞു. എൻ്റെ അമ്മയാണ് എനിക്ക് കരൾ തരുന്നത്. പക്ഷേ ഇതിന് ഏകദേശം ഒരു 52 ലക്ഷം രൂപയോളം ചെലവ് വരും. വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയെങ്കിലും അവിടെ ചികിത്സ ലഭ്യമല്ലാത്തതിനാൽ കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സ തേടി. ശസ്ത്രക്രിയയ്ക്ക് മാത്രമായി വേണ്ടിവരുന്നതാകട്ടെ 26 ലക്ഷത്തോളം രൂപയാണ്. ഈ തുക ലക്ഷ്മിയുടെ കുടുംബത്തിനെ സംബന്ധിച്ച് അപ്രാപ്യമാണ്. പെയിന്റിംഗ് തൊഴിലാളിയായ രാജേഷും പക്ഷാഘാതം വന്ന രാജേഷിന്റെ മാതാവ് ഓമനയും 7ഉം 2ഉം വയസ്സുള്ള ലക്ഷ്യ, ഋതിക എന്നീ 2 പെൺകുട്ടികളും അടങ്ങുന്നതാണ് ലക്ഷ്മിയുടെ കുടുംബം. 1 വർഷക്കാലമായി ഞങ്ങൾ ചികിത്സയിലാണ്. ഒരു കൂലിപ്പണിക്കാരനാണ്. എന്നെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത
ഒരു ചെലവാണ് വരുന്നത്. സന്മനസ്സുകളുടെ സഹായം തേടുന്നു. കരൾ ദാതാവിനെ സമീപിച്ച സാഹചര്യത്തിൽ ഇതിനും ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരുമെന്നറിഞ്ഞ് ലക്ഷ്മിയുടെ മാതാവ് കെ പുഷ്പകുമാരി തന്റെ കരൾ മകൾക്ക് പകുത്തു നൽകാൻ തയ്യാറെടുക്കുകയാണിപ്പോൾ. രാജേഷ് തന്റെ സഹോദരിയുടെ വിവാഹാവശ്യങ്ങൾക്കായി അടുത്തുള്ള ജില്ലാ സഹകരണ ബാങ്ക് ശാഖയിൽ നിന്നും വീട് പണയപ്പെടുത്തിയെടുത്ത തുകയ്ക്ക് പുറമെ അമ്മയുടെ ചികിത്സയ്ക്കായുള്ള തുകയും മറ്റും എങ്ങനെ കണ്ടെത്തുമെന്ന ഭീതിയിലുമാണ്. ഡിസംബർ 16-നാണ് ലക്ഷ്മിയുടെ ശസ്ത്രക്രിയയ്ക്കായി ഡോക്ടർമാർ ദിവസം നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അമൃത ന്യൂസ്, ആലപ്പുഴ. ട്രെയിനുകളിൽ മദ്യപാനികളുടെയും മോഷ്ടാക്കളുടെയും ശല്യമേറുമ്പോൾ സുരക്ഷ എന്നത് നോക്കുകുത്തിയാകുന്നു. യാത്രക്കാരെ തെറി പറയുക, സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുക എന്നിവയെല്ലാം നിത്യകാഴ്ച. 2011 സൗമ്യ വധക്കേസിന് ശേഷം ഉണർന്നു പ്രവർത്തിച്ച സുരക്ഷാ സംവിധാനങ്ങൾ ഇപ്പോൾ എവിടെ? വനിതാ ജംഗ്ഷൻ ചർച്ച ചെയ്യുന്നു. നമസ്കാരം. കേരളത്തിന്റെ കണ്ണീരായി മാറുകയാണ് ഓരോ സ്ത്രീകളും. ഓരോ ദുരന്തങ്ങൾ വരുമ്പോൾ മാത്രം സംവിധാനം ഉണരും. അത് കെട്ടടങ്ങുമ്പോൾ അടുത്ത ദുരന്തത്തിനായി കാതോർക്കും. സ്ത്രീകൾക്ക് ധൈര്യത്തോടെ മുന്നോട്ടു പോകാൻ ഇനിയും എത്ര ദൂരം സഞ്ചരിക്കണം? സ്ത്രീ സുരക്ഷാ പദ്ധതികളൊക്കെ വെറും കടലാസിൽ തന്നെയോ? ഈ വിഷയമാണ് വനിതാ ജംഗ്ഷൻ ഇന്ന് പരിശോധിക്കുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ ഏറെ ദുഃഖമുണ്ടാക്കുന്ന ഒരു വിഷയമുണ്ട്. ശ്രീകുട്ടി അർച്ചന ട്രെയിനിൽ നിന്നും അവർക്ക് അതിദാരുണമായ സംഭവം ഉണ്ടാകുന്നു. അത് നമുക്ക് ഏറെ മനോവിഷമം ഉണ്ടാക്കിയ കാര്യം കൂടിയാണ്. ആ കുട്ടി അതിൽ നിന്നും മുക്തമായിട്ടില്ല. ജീവന് വേണ്ടി ഇങ്ങനെ മല്ലടിച്ച് പോരാടുകയാണ്. അപ്പോഴാണ് സ്ത്രീ സുരക്ഷ വീണ്ടും നമ്മുടെ ഈ വനിതാ ജംഗ്ഷനിലേക്ക്, ചർച്ചയിലേക്ക് വീണ്ടും എത്തുന്നത്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് 2011 ഓർമ്മ വന്നത്. അതായത് 15 വർഷങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന സംസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം അതേ അവസ്ഥയിൽ തന്നെ നിൽക്കുന്നു എന്ന് പറയുന്നത് ഏറെ ദുഃഖമുണ്ടാക്കുന്ന ഒന്നാണ്. നമ്മളൊക്കെ വായിച്ചു പോയിട്ടുള്ള വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നായിരുന്നു സൗമ്യ ഗോവിന്ദച്ചാമി എന്ന 2 പേര്. ശ്രീജ, ഈ വാർത്ത കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വന്നത് എന്താണ്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് ആവർത്തിക്കപ്പെടുന്നത്? സുരക്ഷയില്ല എന്ന് ആര് പറഞ്ഞു അശ്വതി? ഓപ്പറേഷൻ രക്ഷിത എന്ന പേരിൽ RPF-ഉം റെയിൽവേ പോലീസും ഒക്കെ ചേർന്ന് ഗംഭീര സുരക്ഷയാണ് ഇപ്പോൾ ഒരുക്കുന്നത്. പക്ഷേ ആ സുരക്ഷ അത് എത്ര നാൾ തുടരുമെന്നാണ് കണ്ടറിയേണ്ടത്. ഇപ്പോൾ ഈ യാത്രക്കാർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ഈ കമ്പാർട്ട്മെന്റുകളിലൊക്കെ പോലീസ് കൃത്യമായി എത്തുന്നുണ്ട്. അവരെ ബാഗേജുകളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ കൃത്യമായി പോയിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ലല്ലോ. ഇത് എന്തുകൊണ്ടിങ്ങനെ പോകാതെ പകുതിക്ക് വെച്ച് നിർത്തുന്നു എന്നുള്ളതാണ് ചോദ്യം. 2011 സൗമ്യയുടെ കാര്യം അതൊരു ദാരുണ സംഭവം തന്നെയായിരുന്നു. അതിനുശേഷം എന്തെങ്കിലും മാറ്റമുണ്ടായോ? ഒരുപാട് കേസുകൾ അറിയപ്പെടാതെ പോയിട്ടുണ്ട്. 2021 ഒരു സംഭവം ഉണ്ടായി. മുളന്തുരുത്തിയിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീയെ പണത്തിനും സ്വർണത്തിനുമായി ഒരാൾ ആക്രമിക്കുകയാണ്. അതിനുശേഷം അവർ പ്രാണരക്ഷാർത്ഥം ആ ട്രെയിനിൽ നിന്ന് എടുത്ത് ചാടുകയാണ്. അവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു. അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് മറ്റൊരു ഉദാഹരണമാണ് 2023 ആയപ്പോൾ സമാനമായ ഒരു സംഭവം ഉണ്ടായി. എന്തിനേറെ പറയുന്നു, ഈ 2025 ഓഗസ്റ്റിൽ, നമ്മുടെ ഈ ഓഗസ്റ്റിൽ നടന്നൊരു സംഭവം, ഒരു സ്ത്രീ ഇതുപോലെ അവരെ തള്ളിയിട്ട് ചവിട്ടിയിട്ട ശേഷം പണവും സ്വർണവും ഒക്കെ കവരുകയാണ്. സ്വർണത്തിനൊക്കെ തീവിലയാണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും സേഫായി കക്കാൻ പറ്റിയൊരിടം ട്രെയിനാണെന്ന് ആളുകൾക്കറിയാം. കാരണം സുരക്ഷ ഒട്ടുമില്ല, നോക്കാൻ ആരുമില്ല. കൂടുതൽ യാത്രക്കാരൊന്ന് മാറുന്ന സമയത്തൊക്കെ ഈ ആക്രമിക്കാം എന്നുള്ളൊരവസ്ഥ വന്നിരിക്കുകയാണ്. അത് മാറണം. എങ്കിൽ മാത്രമേ ഒരു പൂർണ്ണമായും നമ്മൾ സുരക്ഷിതരാണ് എന്ന് സ്ത്രീകൾക്ക് നെഞ്ചുമിരിച്ച് പറയാൻ പറ്റൂ. തീർച്ചയായിട്ടും ശ്രീജ ചൂണ്ടിക്കാട്ടി പോലെ 21, 23, 25 ഇത് ഇങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യങ്ങൾ പല ആവർത്തി നമ്മൾ തന്നെ ചോദിച്ചു. 1989 ശരിക്കും പറഞ്ഞാൽ 36 വർഷം മുൻപുള്ള ഒരു ആക്ട് ഉണ്ടായിരുന്നു. അതായത് ഈ റെയിൽവേക്ക് വേണ്ടി മാത്രം ക്രമീകരിച്ചിരിക്കുന്ന ഒരു ആക്ടാണ്. അത് 145 പ്രകാരം മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഉപയോഗിച്ചുകൊണ്ട് ട്രെയിനിൽ കയറിയാൽ ഒന്നുകിൽ ടിക്കറ്റ് റദ്ദാക്കും, അല്ലെങ്കിൽ അത് അങ്ങനെ ലഹരി ഉപയോഗിച്ചു എന്ന് കണ്ടെത്തിയാൽ 6 മാസം തടവും ഒപ്പം പിഴയും ശിക്ഷയും ഒക്കെ ലഭിക്കും. പക്ഷെ അതൊക്കെ നടപ്പാക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യചിഹ്നമായി
ഉയരുന്നത്. അങ്ങനെ നടപ്പാക്കുന്നുണ്ടെങ്കിൽ, ഇത്തരത്തിൽ നിയമമുണ്ടെങ്കിൽ ഇതൊക്കെ ആവർത്തിക്കപ്പെടുമോ എന്നുള്ളതാണ് ശ്രീജ ചോദിക്കാനുള്ളത്. നമുക്കറിയാം റെയിൽവേയിൽ എത്ര റിക്രൂട്ട്മെന്റുകളാണ് നടത്തുന്നത്. പക്ഷേ ഈ റിക്രൂട്ട്മെന്റ് ഒക്കെ ഓരോ വർഷത്തിൽ എടുക്കുമ്പോൾ അതൊക്കെ പാലിക്കപ്പെടുന്നുണ്ട്. ഇവരൊക്കെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒക്കെ എവിടെ എന്നുള്ള ചോദ്യമാണ്. വീണ്ടും വീണ്ടും ഇങ്ങനെ ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ചോദിക്കും, ട്രെയിനിൽ മാത്രമാണോ സ്ത്രീകൾക്ക് സുരക്ഷ ഇല്ലാത്തത്? അങ്ങനെയല്ല. ട്രെയിനിലില്ല, ബസ്സിലില്ല, എന്തിനാ തൊഴിലിടങ്ങളിലില്ല, സ്വന്തം വീട്ടിൽ പോലും സ്ത്രീകൾ സുരക്ഷിതമല്ല എന്നുള്ളതാണ്. അപ്പോൾ എവിടെയാണ് സ്ത്രീകൾക്ക് സുരക്ഷ ലഭിക്കുന്നത് എന്നതൊരു ചോദ്യചിഹ്നമാണ്. തീർച്ചയായും സുരക്ഷ വേണമെന്ന് പറയുമ്പോഴും നമ്മൾ പലപ്പോഴും ഈ സുരക്ഷ ഉണ്ടാകുന്നില്ല. ഈ ഓട്ടോമാറ്റിക് ഡോറുകൾ വേണം എന്നുള്ളൊരു ആവശ്യം, അതിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. എനിക്ക് തോന്നുന്നു സൗമ്യയുടെ കേസ് തുടങ്ങിയപ്പോൾ തൊട്ട് ആളുകൾ പറയുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ആളുകളെ ചവിട്ടി പുറത്തേക്ക് ഇടുന്ന അവസ്ഥയൊന്നും ഒരിക്കലും അങ്ങനെ ഉണ്ടാകില്ല. അത്തരം സംവിധാനങ്ങളൊക്കെ എന്നിട്ടും എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല? അപ്പോൾ ഇങ്ങനെയൊക്കെ മതി എന്നുള്ളൊരു ചിന്ത എവിടെയൊക്കെ വരുന്നു. ഈ CCTV വേണം, ഈ സ്ത്രീകളുടെ കമ്പാർട്ട്മെന്റ് നടുക്കിലേക്ക് ആക്കണം, മധ്യഭാഗത്തേക്ക് ആക്കണം എന്നുള്ള തീരുമാനമൊക്കെ വന്നു കഴിഞ്ഞു. എങ്കിൽ പോലും ഇതൊന്നും ഒരു പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴും സ്ത്രീകൾ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ്, സുരക്ഷാ പ്രശ്നങ്ങൾ. നമുക്കറിയാം, തൊഴിലിനും വിദ്യാഭ്യാസത്തിനുമായിട്ടൊക്കെ ധാരാളം ട്രെയിൻ യാത്ര ചെയ്യേണ്ടി വരുന്നവരാണ് നമ്മുടെ സ്ത്രീകൾ. ഏറെ ഭൂരിഭാഗവും ട്രെയിനെ ആശ്രയിക്കുന്നവരാണ് കൂടുതലും. അല്ലെ? തീർച്ചയായും. പ്രത്യേകിച്ച് രാത്രി യാത്രകളൊക്കെ ഒരുപാട് നടത്തേണ്ടി വരുന്നുണ്ട്. പലരും നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ പലരുടെയും പ്രതികരണങ്ങൾ കണ്ടു. ശുചിമുറിയിൽ പോകണമെങ്കിൽ കൂടെ ഒരാൾ വേണ്ടി വരും. പല പല വിധത്തിലുള്ള ആൾക്കാരാണ്. നമ്മളിപ്പോൾ ബാത്റൂമിൽ പോവുകയാണെങ്കിലും ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ചില ആൾക്കാരിങ്ങനെ നടുക്ക് വന്ന് നിൽക്കും. നമുക്ക് പോകാനപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. പിന്നെ ചില ആൾക്കാരുടെ തുറച്ചുനോട്ടം ഉണ്ടാകുമല്ലോ. നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോഴും വന്നിരിക്കുമ്പോഴും ആണെങ്കിലും ചില ആൾക്കാരുടെ തുറച്ചുനോട്ടം എന്തായാലും ഉണ്ടാവാറുണ്ട്. പേഴ്സണലി ഒരാളുണ്ടെങ്കിൽ നമുക്ക് ഒരു കെയറിംഗ് ആണ്. ഒറ്റക്കാകുമ്പോൾ ഒരു പേടിയാണ്. ടോയ്ലറ്റിലൊക്കെ പോകാൻ പേടിയാണ്. ഇപ്പോഴത്തെ പല കേൾക്കുന്നതല്ല. പല ആളുകളും നടത്തുന്ന പ്രതികരണം, ഒരു RPF ഉദ്യോഗസ്ഥനെ കണ്ടു കഴിഞ്ഞെങ്കിൽ, ഒന്ന് കണ്ടെങ്കിൽ ഒരു സമാധാനം, അതെ, ഒരു ധൈര്യം ഉണ്ടാകും, ഒരു സമാധാനം ഉണ്ടാകും എന്ന് പറയും. പക്ഷേ പേരിന് പോലും അവരെ കാണാൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അശ്വതി പറഞ്ഞതുപോലെ ട്രെയിനിൽ മാത്രമാണോ, ബസ്സിൽ എന്തോരം സ്ത്രീകളാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. പ്രത്യേകിച്ച് അവിടെ നേരിടുന്നത് മറ്റൊരു തരത്തിലുള്ള ചൂഷണമാണ് സ്ത്രീകൾ. അതായത് തിരക്കുണ്ടാവും, പൊതുവെ ബസ്സുകളിലൊക്കെ നല്ല തിരക്കുണ്ടാവും. അപ്പോൾ തൊട്ടുരുമി നിന്ന് ആ ഒരു സുഖം തേടുന്ന പുരുഷന്മാർ. തീർച്ചയായും ശ്രീജ അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടി ആ കാര്യത്തിൽ ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ വ്യാപകമായി ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ സ്ത്രീകൾ ഇച്ചിരി കൂടി ആർജവം കാണിക്കുന്നുണ്ട്. അവരിപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് സമൂഹ മാധ്യമത്തിലൊക്കെ പ്രചരിപ്പിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെയൊക്കെ സ്ത്രീകൾ മുന്നോട്ട് ഇറങ്ങുമ്പോൾ കുറച്ച് പേടി ഉണ്ടാകില്ലേ? ശരിയാണ്, ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ ട്രെയിൻ എന്ന് പറയുമ്പോൾ ട്രെയിനിൽ നടക്കുന്ന അതിക്രമങ്ങൾ പലപ്പോഴും തടയാൻ സാധിക്കാത്തത് ഈ ബസ് പോലെ നമുക്ക് അപ്പോൾ നിർത്തി ഇറങ്ങാൻ പറ്റില്ല. ഒരുപാട് സുരക്ഷാ സംവിധാനങ്ങൾ നമുക്കുണ്ട്. 139, 182 ഈ രണ്ട് നമ്പറുകൾ. അതെ, ഈ നമ്പറുകളിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ വേണ്ട സുരക്ഷ നമുക്ക് ലഭിക്കും. പക്ഷേ ഇത് പെട്ടെന്നൊരു അപകടം നേരിടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് റിയാക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യമാണ് ഒരു ചോദ്യമായി നിൽക്കുന്നത്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ഈ പറഞ്ഞതുപോലെ പ്രതികരിക്കുക എന്നുള്ളത്. ഉച്ചത്തിൽ നമ്മൾ വിളിച്ചു പോകുമ്പോൾ ഒരുപക്ഷെ ട്രെയിനിൽ ഉറങ്ങുകയായിരിക്കും, രാത്രി സമയങ്ങളാണെങ്കിൽ ഉറങ്ങുന്ന ആളുകളൊക്കെ ഓടിക്കൂടുകയും അപ്പോൾ തന്നെ പ്രതിക്ക് തന്നെ, അല്ലെങ്കിൽ ഈ ആക്രമിക്കുന്ന ആൾക്ക് തന്നെ ഒരു പേടി ഉണ്ടാകും. ഇത് ആ കുട്ടി റിയാക്ട് ചെയ്യുന്നു, അപ്പോൾ പെട്ടെന്ന് ആ ഒരു സ്ഥിതിയിലേക്ക് അത് വരാം. അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായി മാറ്റങ്ങൾ ഉണ്ടാകും. പക്ഷെ എങ്കിൽ കൂടി ഇതൊക്കെ എത്രത്തോളം ഫലവത്താകും എന്നുള്ളതാണ് ഒരു ചോദ്യം. ഈ ചെയിനൊക്കെ പിടിച്ചു വലിച്ച് ട്രെയിൻ നിർത്തിക്കാനൊക്കെ, പക്ഷെ അതൊക്കെ കൂടെ ഒരാൾ ഉണ്ടാകണം. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യും? ആ സാഹചര്യമൊക്കെ അത് ഉണ്ടാകുമോ? പെട്ടെന്ന് നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയിൽ ഓടി വന്നായാൽ നമ്മൾ സമീപിക്കുകയാണ്, ആക്രമിക്കുകയാണ്. അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കും? അങ്ങനെ ശരിക്കും പറഞ്ഞാൽ സംശയങ്ങൾ അങ്ങ് തീരുന്നതേ ഇല്ല. ഇതിനൊരു കൃത്യമായ സംവിധാനം ഉണ്ടാകാതെ ഈ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും അവസാനിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, സ്ത്രീകൾ കുറച്ചും കൂടി മനോധൈര്യം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ ഈ ഒരു കാലത്ത് മനസ്സിലാക്കി വെക്കണം. കാരണം എപ്പോഴും സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരും. പ്രത്യേകിച്ച് ഇപ്പോൾ രാത്രി കാലത്തൊക്കെ സഞ്ചരിക്കുന്ന സ്ത്രീകൾ ഒരുപാടാണ്. അവരുടെ ജോലി അപേക്ഷിച്ചൊക്കെ അങ്ങനെ യാത്ര ചെയ്യേണ്ടതാണ്, പഴയ കാലം പോലെയല്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് സുരക്ഷാ നിയമങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട്. അങ്ങനെ ഒരുപാട് റെയിൽവേക്ക് പ്രത്യേകിച്ച് പല തരത്തിലുള്ള സുരക്ഷാ നിയമങ്ങളും പദ്ധതികളും ഒക്കെ ഉണ്ട്. 2020 വന്ന ഒരു പദ്ധതിയാണ് മൈ സഹേലി എന്ന് പേരിട്ട ഒരു പദ്ധതി. അതായത് 500 ട്രെയിനിൽ ഇത്തരത്തിൽ സുരക്ഷ ഉറപ്പാക്കും എന്നാണ് റെയിൽവേ അധികൃതരുടെ വാഗ്ദാനം. ആ വാഗ്ദാനങ്ങളൊക്കെ പാലിക്കപ്പെടുന്നുണ്ടോ? 2020 ശേഷം വർഷങ്ങൾ ഇനി കഴിഞ്ഞു, 2025 നമ്മൾ എത്തി നിൽക്കുന്നു.
ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചിട്ട് അതൊക്കെ എവിടെ, അല്ലെങ്കിൽ അത് രൂപീകരിക്കുക മാത്രമാണോ ചെയ്യേണ്ടത്? ആ പദ്ധതികളൊക്കെ നടപ്പിലാക്കേണ്ടേ? അത്തരത്തിലുള്ള സുരക്ഷ ഒരുക്കേണ്ടേ എന്നതാണ്. മൈ സഹേലി, എന്റെ കൂട്ടുകാരി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. കൂട്ടുകാരി അത് എത്രത്തോളം ഒപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു ചോദ്യമായി മാറുന്നത്. ഒരിക്കലും നമുക്കത് ഉപകാരപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഇത് നടപ്പാക്കുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ തന്നെ വേണ്ട ചില മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളതാണ്. ചെറുത്ത് നിൽക്കാനായി വേണ്ട മുൻകരുതൽ നമ്മൾ തന്നെ എടുക്കണം. ഈ പല ആളുകളും പ്രതികരിക്കുന്നത് കണ്ടു. ഞങ്ങൾ രാത്രി യാത്ര ചെയ്യുമ്പോൾ ഈ പെപ്പർ സ്പ്രേ, ചെറിയ കത്തി, ഇതൊക്കെ കൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ചിലപ്പോൾ ചിരി വരും, പക്ഷെ എന്നാൽ പോലും ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. പിന്നെ ഞാൻ പറയുന്നത് മാർഷൽ ആർട്സ് ഒക്കെ ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ജിമ്മിൽ പോയി ബോഡിയൊക്കെ ഒന്ന് ബിൽഡ് ചെയ്ത് ഇവരെ നേരിടാൻ നമ്മൾ പ്രാപ്തരാകണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ ഇനി രക്ഷയുള്ളൂ എന്നാണ്. ഇപ്പൊ ഈ കേരളത്തിലെ കണക്കൊക്കെ മാത്രം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്കൊരു പേടിയുണ്ടാക്കുന്ന ഒരു കണക്കാണ്. പക്ഷേ ഇന്ത്യയിലെ മൊത്തം കണക്കെടുക്കുകയാണെങ്കിലും റെയിൽവേയിലെ TTA വരെ വലിച്ചെറിഞ്ഞ സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. കണക്കുകളുടെ കാര്യം പറയുമ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വരുന്നത്. നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ സംസ്ഥാനത്തെ കണക്കുകൾ മാത്രം നോക്കിയാൽ മതി ശ്രീജ. അതായത് സംസ്ഥാനത്ത് 9 വർഷത്തിനിടെ അതിക്രമത്തിനിരയായത് 1.38 ലക്ഷം സ്ത്രീകളാണ് എന്നുള്ള കണക്കാണ് ഏറ്റവും ഒടുവിലായി പുറത്ത് വന്നത് എന്നുള്ളതാണ്. ഇതിൽ ലൈംഗിക അതിക്രമം 6000-ലധികം വരും. എത്രത്തോളം ഞെട്ടിക്കുന്ന കണക്കുകളാണ്. വേറെയുമുണ്ട്. 1596 സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയതായും കേസ് നിലവിലുണ്ട്. ഇതൊന്നും ഒരു ഊഹാപോഹ കണക്കല്ല. ആസൂത്രണ ബോർഡ് കൃത്യമായി നിയമസഭയിൽ അവതരിപ്പിച്ച അല്ലെങ്കിൽ റിപ്പോർട്ട് സമർപ്പിച്ച കണക്കാണ്. വേറെയുമുണ്ട്. ഗാർഹിക പീഡനമുണ്ട്, അല്ലെങ്കിൽ തൊഴിൽ ഇടങ്ങളിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളുണ്ട്. അത്തരത്തിലുള്ള കണക്കുകൾ വേറെയുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീകൾ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. അങ്ങനെ സ്ത്രീകൾ ഇങ്ങനെ പീഡനങ്ങൾ ഏൽക്കാത്ത സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഈ കണക്കുകളിൽ നിന്നുമൊക്കെ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീജ, ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് ഒരുപാട് ആളുകളാണ്. നമുക്ക് എല്ലാവരെയും എത്ര കൃത്യമായി നോക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. പക്ഷേ അതിലെത്തുന്നവരിൽ ഭൂരിഭാഗം ക്രിമിനലുകളും ഉണ്ടാകും. ഈ സുരേഷിന്റെ കാര്യം തന്നെ എടുക്കാം. സുരേഷ് ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിമിനലാണ്. അയാൾ പോക്കറ്റ് അടിക്കാരനാണെന്നൊക്കെ വീട്ടിനടുത്തുള്ള ആളുകളൊക്കെ പ്രതികരിച്ചതായി കണ്ടു. ഒപ്പം തന്നെ ഇയാളുടെ ഭാര്യ സ്ഥിരമായി മർദ്ദിക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് ഭാര്യ ഉപേക്ഷിച്ചു പോയി. അപ്പോൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണ് സുരേഷ്. അപ്പോൾ അങ്ങനെയുള്ള ആൾ മദ്യപിക്കുമ്പോൾ ഡബിൾ പവറാണ്. അതിൽ മദ്യപിച്ചുകൊണ്ട് ട്രെയിനിൽ കയറുക, അത് ഒഴിവാക്കാനെങ്കിലുമുള്ള ഒരു നടപടി അതെങ്കിലും ഉണ്ടാകണം എന്നുള്ളതാണ് നമുക്ക് അപേക്ഷിക്കാനുള്ളത്. ഇപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഒരു മാതൃക തീർത്തിട്ടുണ്ട്. അവർ ഈ ബ്രത്ത് അനലൈസർ ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടാണ് യാത്രക്കാരെ ഇപ്പോൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമാണ് യാത്രക്കാരെ ട്രെയിനിൽ കയറാൻ അനുവദിക്കുന്നത്. അത് പക്ഷേ 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 1 മാസം കൊണ്ടൊന്നും തീർന്നു പോകരുത്. പാലിക്കപ്പെടണം എന്ന് മാത്രമാണ് നമുക്ക് അപേക്ഷിക്കാനുള്ളത്. അതെ, സ്ത്രീകളോടും പെൺകുട്ടികളോടും പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം മാത്രമാണ്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ തങ്ങൾ ആക്രമിക്കപ്പെടും എന്ന് മനസ്സിലാകുമ്പോൾ അതിനെ ചെറുത്തു നിൽക്കാൻ വേണ്ടി ഒരു ആർജവം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് സ്ത്രീകളോടും പെൺകുട്ടികളോടും ഒക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിക്രമമുണ്ടായ ശേഷം ഇപ്പോൾ സുരക്ഷയിൽ കാണിക്കുന്ന ആർജവം ദയവ് ചെയ്ത് ഇനിയും തുടരുക. പതിവ് പോലെ പകുതിക്ക് വെച്ച് നിർത്തരുത്. ധൈര്യമായി സുഖമായി യാത്ര ചെയ്യാൻ സ്ത്രീ എന്നല്ല ഏതൊരാൾക്കും സാധിക്കണം. കാരണം അത് നമ്മുടെ അവകാശമാണ്. ഇന്ത്യ ഓസ്ട്രേലിയ 5ാം T20 ഇന്ന് ബ്രിസ്ബണിൽ നടക്കും. പരമ്പരയിലെ അവസാന മത്സരമാണിത്. പരമ്പരയിൽ 2-1 മുന്നിലാണ് ഇന്ത്യ. അവസാന 2 മത്സരങ്ങൾ ജയിച്ച ആത്മവിശ്വാസത്തിലാണ് നമ്മുടെ ടീം ഇന്ത്യ. ഈ മത്സരം കൂടി ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം. അവസാന മത്സരം ജയിച്ച് പരമ്പര സമനില പിടിക്കാനാണ് ഓസ്ട്രേലിയയുടെ ശ്രമം. ഉച്ചയ്ക്ക് 1:45 മുതലാണ് മത്സരം. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളം ഇന്ന് സൗരാഷ്ട്രയെ നേരിടും. കഴിഞ്ഞ മത്സരത്തിൽ കർണാടകയുടെ ഇന്നിംഗ്സ് തോൽവി വഴങ്ങിയ കേരളത്തിന് ഈ മത്സരം നിർണായകമാണ്. 3 മത്സരങ്ങളിൽ നിന്ന് 2 പോയിന്റ് മാത്രമാണ് കേരളത്തിനുള്ളത്. കളിച്ച 3 മത്സരങ്ങളും സമനിലയിൽ അവസാനിച്ച സൗരാഷ്ട്രയ്ക്ക് 5 പോയിന്റാണുള്ളത്. തിരുവനന്തപുരം മംഗലാപുരത്തെ KCA സ്റ്റേഡിയത്തിലാണ് മത്സരം. എറണാകുളം ബംഗളൂരു സർവീസ് ഉൾപ്പെടെ 4 വന്ദേ ഭാരത് എക്സ്പ്രസുകൾ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതിന്റെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. എറണാകുളത്ത് നിന്നുള്ള വന്ദേ ഭാരത് 8 മണിക്കൂർ 40 മിനിറ്റ് എടുത്താണ് ബംഗളൂരുവിൽ എത്തുക. 9 സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് ഉണ്ടായിരിക്കും. പ്രധാനമന്ത്രി ഓൺലൈൻ വഴിയാണ് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. ഇതിന്റെ തത്സമയ സംപ്രേഷണം അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം.
ഗുഡ് മോർണിംഗ് കേരളം പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക.